ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറബിക് ഡിഷായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹനീദ്. ഇതൊരു യമനി ഡിഷാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റില്ലേ നെക്സ്റ്റ് ലെവലാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് ഒരു നമ്മുടെ പുലാവും നമ്മുടെ ബിരിയാണിയൊക്കെ അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഹനീദ് മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അതിന് നമ്മൾ കുറച്ച് മല്ലിയും കുരുമുളകും ജീരകവും പിന്നെ ഏലക്കയും ക്ലോവ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടണം. എന്നിട്ട് അതിനെ നമുക്ക് ചിക്കനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഒരു 500 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഹനീദ് മസാല 2 ടീസ്പൂൺ, മാഗി ക്യൂബ്സ് 2 ഇട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി, കാരണം മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 2.5 കപ്പ് 2.5 to 3 കപ്സ് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് പിന്നെ ആവശ്യമുണ്ട് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളിതിനെ വെള്ളത്തിനകത്ത് ബോയിൽ ചെയ്തെടുക്കുക ചിക്കനെ. അപ്പോൾ നമുക്കിതിനെ ബോയിൽ ചെയ്യാൻ വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നാരങ്ങ ഇടാൻ മറന്നുപോയി. നാരങ്ങ എന്ന് വെച്ചാൽ നമുക്ക് ഉണങ്ങിയ നാരങ്ങ ഉണ്ടെങ്കിൽ അതാ കുറച്ചും കൂടെ നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അപ്പോൾ ഞാനൊരു നാരങ്ങയുടെ സ്ലൈസ് ആയിട്ടത്. അപ്പോൾ ഇവിടെ ചിക്കൻ ബോയിലായിട്ടുണ്ട്, കുക്കായിട്ടുണ്ട് നല്ലപോലെ. അത് നമുക്ക് സ്റ്റോക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കനെ എടുത്തിട്ട് നമുക്ക് ഹനീദ് മസാല ഇട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലപോലെ. അതിനെ നല്ലൊന്ന് ക്രിസ്പി ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കി അത് ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് റൈസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇതിനെ നമ്മൾ നേരെ ദമ്മിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മറക്കല്ലേ, റൈസ് എന്തായാലും ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഒരു പാനിനകത്ത് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് അതിന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് സോട്ടേ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എത്ര വേണമെങ്കിലും നമുക്കിടാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ പ്യൂരി ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വെന്ത് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയപ്പോൾ അതിനകത്തേക്ക് ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ സ്റ്റോക്ക് 2 കപ്പോളം ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കപ്പ് ചിക്കൻ സ്റ്റോക്കും പിന്നെ ഒരു കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പല്ല, 1.5 കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിനെ നല്ലപോലെ കുക്ക് ചെയ്യാൻ വെക്കാം. നമുക്കൊരു വെള്ളമൊക്കെ ഡ്രൈ ആയി ദമ്മിന് കൊടുക്കുന്ന ആ പരുവമാക്കാം. അപ്പോൾ ഞാനിവിടെ 2-3 ചില്ലീസ്, കാരണം എനിക്ക് കുറച്ച് സ്പൈസ് ലെവൽ കൂടുതൽ വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസ് കുറവാണ് വേണ്ടെങ്കിൽ ഇവിടെ ചില്ലീസ് ഇടേണ്ട, കാരണം നമ്മൾ നേരത്തെ കുരുമുളകൊക്കെ നല്ലപോലെ അരച്ച് ഹനീദ് മസാല കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ഇവിടെ ഒരു 95% റൈസ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് നേരെ നമുക്കൊരു 10 മിനിറ്റ് അതിന് ദമ്മിന് കൊടുക്കാം. അപ്പം ദമ്മിന് കൊടുത്തു കഴിയുമ്പോൾ ഇത് എന്താ ടേസ്റ്റ് എന്നറിയാം, ഇത് അടിപൊളി ടേസ്റ്റാണ് ഇത്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന നമ്മളൊരു ടൊമാറ്റോ ചട്നിയുടെ കൂടെ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഹനീദ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സെർവ് ചെയ്യാം ടൊമാറ്റോ ചട്നിയുടെ കൂടെ. ടൊമാറ്റോ ചട്നിക്ക് ഞാനിവിടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോയും കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഒരു ചെറിയ സവാള എടുത്തിട്ട് കുറച്ച് നമ്മുടെ വിനെഗറും ഒരു റെഡ് ചില്ലി പൗഡറും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി, നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയാവും. അപ്പം ഹനീദ് റൈസിന് ടൊമാറ്റോ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ലൈക്ക്, സബ്സ്ക്രൈബ്, ഫോളോ. താങ്ക്